പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യ ഏക ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ആമേൻ. ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 128 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ യൂദാ സ്കറിയാത്തോയ്ക്ക് പകരം ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുന്നതിനായി കൂടിയ സുനകദോസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അത് 120 പേരുടെ സംഘം കൂടിയിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച് എടുത്ത ഒരു തീരുമാനമായിരുന്നു. അത് ഒന്നാമത്തെ അപ്പോസ്തോലിക സുനകദോസ്. ഇന്ന് രണ്ടാമത്തെ സുനകദോസിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇത് സഭയിലെ ശുശ്രൂഷയ്ക്കായി 7 ശമ്മാശന്മാരെ തിരഞ്ഞെടുക്കുകയും കൈവെപ്പ് കൊടുത്ത് അവരെ നിയമിക്കുകയും ചെയ്യുന്നതായ സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയിലൊരു ഭിന്നത ഉണ്ടാകുന്നു. യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാർക്കെതിരെ പിറുപിറുക്കുന്നു. യവന ഭാഷക്കാരുടെ വിധവമാരെ സഭ പരിഗണിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതായ തർക്കം, അതിൻ്റെ പരിഹാരം കാണുവാനായിട്ടാണ് ഈ ഒരു സുനകദോസിന് വിളിച്ചുകൂടുന്നത്. ഈ സുനകദോസ് വിളിച്ചു കൂട്ടുന്നത് അപ്പോസ്തലന്മാർ ഒരുമിച്ചാകുന്നു എന്നും ഈ വേദഭാഗം സാക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക വിശ്വാസവും അതിനെ പിൻപറ്റി ഇന്ന് യാക്കോബായ സഭയുടെ നിലപാടും പത്രോസിന് മാത്രം പരമാധികാരം, ശിഷ്യന്മാരുടെ മേലെല്ലാം അധികാരമുണ്ട് എന്നുള്ള ഒരു വ്യാഖ്യാനം ഇവിടെ അംഗീകരിക്കപ്പെട്ടതായി കാണുന്നില്ല. പത്രോസ് അല്ല അത് വിളിച്ചു കൂട്ടുന്നത്, ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് വിളിച്ചു കൂട്ടുന്നതാണ്. സഭ മുഴുവനും കൂടിയാണ് ഈ ആലോചന എടുക്കുന്നത്, അല്ലാതെ അപ്പോസ്തലന്മാർ മാത്രമായിട്ടല്ല. അപ്പോസ്തോലിക സുനകദോസ് എല്ലാം അപ്പോസ്തലന്മാരും നമ്മുടെ ശിഷ്യന്മാരും വിശ്വാസ സമൂഹവും ഒരുമിച്ച് കൂടി എടുത്തതായ തീരുമാനങ്ങളാണ് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടാമത് കൂടിയതായ സുനകദോസിൽ വച്ച് 7 പേരെ ശുശ്രൂഷക്കാരായി ഡീക്കൻസ് സഭ തിരഞ്ഞെടുക്കുന്നു. പ്രാർത്ഥനകൾ നടത്തി അവർക്ക് അപ്പോസ്തോലിക കൈവെപ്പ് നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ നിയോഗിക്കുന്നു. ഇങ്ങനെയാണ് സഭാ ശുശ്രൂഷയിലേക്ക് ആളുകൾ നിയോഗിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ ശുശ്രൂഷക്കാരെ കൽപ്പന കൊടുത്ത് നിയമിക്കുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പെന്തക്കോസ്ത്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ അവർ പ്രാർത്ഥിച്ചു, അഭിഷേകം കിട്ടി, കൃപാവരം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അത്ഭുതങ്ങളും സാക്ഷ്യ ശുശ്രൂഷകളും ഹീലിങ്ങും ഒക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യസഭ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരാരും അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ളവരോ ക്രിസ്തുവിൻ്റെ സഭയിലെ അംബാസഡർ നിലയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ അവകാശമുള്ളവരോ അല്ല. ഇത് നിത്യജീവൻ്റെ മാർഗം തെറ്റിച്ചുകൊണ്ട് ജീവൻ്റെ വഴി വിട്ട് മായയുടെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം സഭയിലെ മക്കളെ കട്ടെടുത്തുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ വഞ്ചനാപരമായ സമീപനങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ജീവൻ്റെ സത്യവചനത്തെ അവിശ്വസിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തോലിക സഭയുടെ വിശ്വാസത്തെ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരാണ്. ഇവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ധാരാളം കാണിക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഓർപ്പിക്കുന്ന പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ഒക്കെ ചെയ്തു എന്ന് അവകാശപ്പെടുന്നവരോട്
അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ടു പോവുകയും ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയുമെന്ന വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വയം എടുത്ത അധികാരം ദൈവികമല്ല, അത് വഞ്ചനാപരമായി ചെയ്യുന്ന ശുശ്രൂഷയാണ്. അവിടെ വീര്യപ്രവൃത്തികളൊക്കെ കാണും. അതെല്ലാം ചില തെറാപ്പികളുടെ, ഹീലിംഗ് തെറാപ്പികളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഫിസിയോതെറാപ്പി, സൗണ്ട് തെറാപ്പി, കളർ തെറാപ്പി, ബീച്ച് ഫ്ലവർ റെമഡി, ദെൻ ഹിപ്നോ ടെലിപ്പതി തുടങ്ങിയ ഒത്തിരിയേറെ തെറാപ്പികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രത്യക്ഷമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. തെറാപ്പികൾ കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്ത് അത്ഭുതങ്ങൾ കാണിക്കുവാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അല്ല എന്ന സത്യം വിശ്വാസ സമൂഹം തിരിച്ചറിയണം. വശീകരണ മന്ത്രം, തെറാപ്പികളുടെ പ്രയോഗം, മൈൻഡ് മാസ്റ്ററിംഗ് ടെക്നിക്, ഹിപ്നോ ടെലിപ്പതി, ഇങ്ങനെ തുടങ്ങി ഒത്തിരി ശാസ്ത്രീയമായ ശക്തികളെ, ഫോഴ്സസ് അല്ലെങ്കിൽ മീഡിയാസ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ പുതിയ സുവിശേഷകർ അത്ഭുത ശുശ്രൂഷയും വിടുതലും നൽകുന്നത്. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ഇതൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാമെങ്കിൽ എവിടെ വേണമെങ്കിലും വന്ന് ഞാൻ ആ കാര്യം തെളിയിച്ചു തരാം, വ്യക്തമാക്കി തരാം. അതുകൊണ്ട് ആഭിചാരങ്ങളുടെ പിന്നാലെ പോയി രോഗം വരുത്തിക്കുകയും അവസാനം അവരെ ഭയപ്പെടുത്തി, മാനസാന്തരപ്പെടുത്തി, ശാനപ്പെടുത്തി സഭയിൽ ചേർക്കുകയും ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ആഭിചാരം ചെയ്ത് അവർക്ക് വിടുതൽ നൽകുന്ന അനുഭവം നേരിട്ട് ബോധ്യപ്പെട്ടുള്ള വ്യക്തിയാണ് ഞാൻ. വിജയൻ ഭാഷ എന്ന് പറയുന്ന ബോംബെയിലെ അണ്ടർവേൾഡിൽപ്പെട്ട ഒരു വ്യക്തി ഈ വിഷയത്തിൽ ഞാനുമായിട്ട് സംവാദം നടത്തിയിട്ടുള്ളതും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാപ്പ് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. സാക്ഷ്യങ്ങൾ വേറെ പലതുമുണ്ട്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതിൻ്റെ തന്ത്രം ചില ഹിപ്നോട്ടിക് നോട്ട്സിലൂടെയും ഹീലിംഗ് തെറാപ്പിയിലൂടെയും നടക്കുന്നൊരു സംഭവമാണ്. നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടക്കുന്നുണ്ട്, നടത്താൻ സാധിക്കും. പക്ഷേ അത് മേലിൽ നിന്ന് പരിശുദ്ധാത്മ ലഭിച്ച കൃപയല്ല എന്ന് തിരിച്ചറിയുകയും നിത്യജീവൻ്റെ വചനങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ഉപേക്ഷിച്ച് അവനെ വിട്ടുപോകുന്ന അനുഭവമാണ് എന്ന് ഇവിടെ ഉറപ്പായി പറയുകയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസ സമൂഹം ജീവൻ്റെ വഴി വിട്ട് മായയുടെ പിന്നാലെ പോകാതിരിക്കാനായി തിരുവചനം നല്ലോണം പഠിക്കുകയും വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യണം. ദേവരി എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കണ്ണിക്കോട്ടച്ചൻ.